സോ ഹേ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മോസിൻ ഗെയിമർ. ഞാൻ ഈയിടെയായിട്ട് ഇടുന്ന ഷോർട്സുകളൊക്കെ പബ്ജി മൊബൈൽ ഗ്ലോബൽ വേർഷനിലുള്ള വാ മോഡിലുള്ള കുറച്ച് ട്രെയിനിങ് മാപ്പുകളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കമന്റ് സെക്ഷൻ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. BGMI കളിക്കുന്ന കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, BGMI ഇതൊന്നുമില്ല, എന്താ BGMI മാപ്പ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, BGMI വാ മോഡ് ഇപ്പം വന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മാപ്പുകളൊന്നും BGMI വാ മോഡിൽ വന്നിട്ടില്ല. വാ മോഡിലെ മാപ്പുകൾ നമ്മൾ BGMI ഈ പബ്ജി മൊബൈൽ ഗ്ലോബൽ അല്ല ഉണ്ടാക്കുന്നത്. അതിനകത്തുള്ള പ്ലേയേഴ്സ് ചില ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടാക്കുന്ന മാപ്പുകളാണ്. സോ നമ്മളെ BGMI ഇപ്പോൾ കറന്റ് വന്നതുകൊണ്ടായിരിക്കും, ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, കുറച്ച് ടൈമൊക്കെ കൊടുക്കും പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടാക്കി വരട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ BGMI കളിക്കുന്നവർക്കും അതേപോലെ തന്നെ പബ്ജി മൊബൈൽ ഗ്ലോബൽ കളിക്കുന്നവർക്കും പറ്റിയൊരു ട്രെയിനിങ് ഡ്രിൽ തന്നെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ എപ്പോഴാണ് ഫസ്റ്റ് കളിച്ചാട്ട്, അതായത് ഇപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് പാട് കളിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഉച്ചക്കാണോ വൈകുന്നേരമാണോ എപ്പോഴാണ് നിങ്ങൾ ഫസ്റ്റ് ഒരു ഡേയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു ടൈം നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഫസ്റ്റ് തന്നെ മാച്ച് ഇടാതെ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ചെറിയവരുടെ TDM ഇട്ടിട്ട് ചെയ്യുന്നവർ TDM ഇടാതെ നമുക്ക് എന്തൊക്കെ ഡ്രിൽസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ കുറേ പേർ നിങ്ങളെ പോസ്റ്റ് ആക്കുന്നില്ല. സോ ലെറ്റ്സ് ബിഗിൻ ഗൈസ്. ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നിട്ട് ഇതേപോലെ തന്നെ ഈ ഒരു സ്കോപ്പുള്ള സ്ഥലത്തോട്ട് നിങ്ങൾ വന്നതിന് ശേഷം എല്ലാ സ്കോപ്പും നിങ്ങൾ വാരി പറക്കണം. 8x എടുക്കണമെന്നില്ല, നിങ്ങൾ സ്നൈപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് 8x എടുത്ത് ബാഗിൽ ഇട്ടേക്കോ, ചിലപ്പോൾ ആവശ്യം വന്നാലോ. നിങ്ങൾ ഏത് ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ M4 ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ റെഡ് ഡോട്ട് ഇട്ടിട്ടുണ്ട്. വേറെ ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ യൂസ് ചെയ്യരുത്, എല്ലാ അറ്റാച്ച്മെന്റും നമ്മൾ റിമൂവ് ചെയ്യണം. എന്നിട്ട് ശേഷം ഇതേപോലെ തന്നെ സ്കോപ്പ് ഓഫ് ചെയ്ത് ഓൺ ആക്കിയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഹെഡ് മാത്രം എയിം ചെയ്ത് അടിക്കാൻ നോക്കണം. ഞാനും ആ ഒരു ബോട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും. അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ഷോർട്ട് റേഞ്ച് പോലെയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് നിന്ന് ട്രെയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്കോപ്പ് ഓഫ് ആക്കാത്ത ഗൈറോസ്കോപ്പ് യൂസ് ചെയ്താൽ ഇതേപോലെ നമ്മൾ ഫയർ ചെയ്ത് ട്രെയിൻ ചെയ്യുക ഗൈസ്. ഞാനിവിടെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഹെഡ് മാത്രം ട്രാക്ക് ചെയ്യുക. നിങ്ങൾ ബോഡി ഷോട്ട് എല്ലാം ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ മസിൽ മെമ്മറി ക്യാച്ച് ആവില്ല ഗൈസ്. നമ്മൾ കുറച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പുല്ല് പോലത്തെ ഒരു സാധനം ഉണ്ടാകും. നമ്മൾ അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് പോലത്തെ ഒരു സ്ഥലത്തോട്ട് നമ്മൾ എത്തിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ വന്നതിന് ശേഷം ഇതേപോലെ ഹെഡ് മാത്രം നമ്മൾ എയിം ചെയ്ത് അടിക്കാൻ നോക്കുക. മാക്സിമം നമ്മൾ ഹെഡ് ആക്യുറസി കൂട്ടാനാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി വരുവാണെങ്കിൽ തന്നെ ഈ ഒരു റോഡിന്റെ ഇപ്പുറത്തായിട്ട് ഒരു റിഡ്ജ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഹെഡ് എയിം ചെയ്ത് നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ വീഡിയോ ഇവിടെ തന്നെ നോക്കുക. കുറച്ചുകൂടി ലോങ് റേഞ്ച് ആണ്, എന്നാലും കുഴപ്പമില്ല. റെഡ് ഡോട്ടൊക്കെ വെച്ച് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ട്രെയിൽ തന്നെ നിങ്ങൾ കിട്ടില്ല വെച്ച് വെറുതെ ഡെസ്പായി ഇരിക്കേണ്ടത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ നോക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു ഗണ്ണിന് അറ്റാച്ച്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒട്ടും കിട്ടാൻ പോകുന്നില്ല. ഒരു ഫസ്റ്റ് ഒരു 2-3 ട്രൈ ശേഷം നിങ്ങൾക്ക് കിട്ടും ഗൈസ്, പേടിക്കേണ്ട. അതിനുശേഷം നമ്മൾ നോക്കേണ്ട മെയിൻ ഒരു കാര്യമാണ് ഹിപ്പ് ഫയർ. നമ്മൾ ക്ലോസ് റേഞ്ചിൽ എനിമീസ് വന്നാൽ എന്തായാലും നമ്മൾ സ്കോപ്പ് ചെയ്ത് ഹെഡ് ഷോട്ട് അടിക്കുന്നത് നമ്മൾ അടിച്ച് പടവും ഗൈസ്. സോ അതുകൊണ്ട് നമ്മൾ എന്തായാലും മാക്സിമം മൂവ്മെന്റ് ഇട്ട് ചാടിയും പ്രോൺജൊക്കെ നമ്മൾ മാക്സിമം അടിച്ച് നമ്മൾ ആ ഒരു ക്രോസ് ഫയർ നമുക്ക് എങ്ങനെയെങ്കിലും പ്ലേസ് ചെയ്യണം. ഷോർട്ട് റേഞ്ച് ഒക്കെ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യത്തിലുള്ള വീഡിയോ ഒക്കെ എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലെങ്കിൽ ജസ്റ്റ് താഴത്ത് ആ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി. ഓരോരോ ഡ്രില്ലും നിങ്ങൾ സമയം എടുത്ത് മെല്ലെ മെല്ലെ ചെയ്താൽ മതി. ഒരു 15-20 മിനിറ്റോളം നിങ്ങൾ മാക്സിമം ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിങ്ങൾ ഇരിക്കുക. മാക്സിമം അല്ല, ഒരു മിനിമം നിങ്ങൾ എന്തായാലും ഇരിക്കാൻ നോക്കുക. കാരണം വെച്ചാൽ ഇതൊക്കെ ചെയ്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളൊരു 4 സീറ്റർ വണ്ടി എടുക്കുക. 2 സീറ്റർ ഒന്നും എടുക്കുകയാണെന്ന് നിൽക്കേണ്ട, ഏറ്റവും നല്ലത് 4 സീറ്റർ എടുക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ വണ്ടി ഒരു കവർ പോലെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നിങ്ങൾ ഫയർ ആണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ക്രൗച്ച് നിങ്ങൾ കവർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫയർ ചെയ്ത് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾ അത്യാവശ്യം ഷോർട്ട് ഗൺ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ DBS അല്ലെങ്കിൽ STL യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. DBS ഒക്കെ നെർഫ് ആയിട്ടുണ്ട്, അതിന്റെ ഡാമേജും കാര്യങ്ങളും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ STL ഡാമേജ് അത്യാവശ്യം ഇപ്പോൾ കൂടിയതുകൊണ്ട് തന്നെ മിക്കവരും ഇപ്പോൾ DBSന് പകരം ഇപ്പം STL യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ പോലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടാകും. അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ M4 വെച്ചിട്ട്, M4 തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗണ്ണ് M4 കുറച്ചുകൂടി ബെറ്റർ. അതിനുശേഷം നമ്മൾ റെഡ് ഡോട്ട് എടുത്തതിന് ശേഷം എല്ലാ സ്കോപ്പ് വെച്ചിട്ടും ഇതേപോലെ തന്നെ ഈ ഒരു പാളത്തിന് നമ്മൾ സ്പ്രേ നമ്മൾ പഠിക്കേണ്ടതാണ് നല്ല ട്രെയിൻ ചെയ്യേണ്ടതാണ്. കാർ സ്പ്രേന്റെ ട്രെയിനിങ് മാത്രമായിട്ട് നിങ്ങൾ കൂട്ടേണ്ട. ഒരു എനിമി ഓപ്പണിലോട്ട് ഓടുകയാണ്, കുറച്ച് അത്യാവശ്യം ലോങ് ആണെങ്കിലും ഈ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ വെച്ചതിന് ശേഷം അവിടെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ട്രെയിനിങ് തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ റീകോയിലൊന്നും നോക്കേണ്ട, നിങ്ങൾ ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ നിങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒറ്റ റീകോയിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഗൈസ്. നിങ്ങൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് റീകോളൊക്കെ കുറയുന്നത്. ഇപ്പോൾ ഉള്ള മിക്ക BGMI പ്ലേയേഴ്സ്, അതായത് ഇപ്പോൾ സ്ട്രീമേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ കോമഡി പ്ലേയേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ചെയ്യുന്ന ഡ്രില്ലും കാര്യങ്ങൾ തന്നെയാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെൻഷൻ അടിക്കേണ്ട, ഫസ്റ്റ് തന്നെ അവരായിരിക്കും കിട്ടിയിട്ടൊന്നുണ്ടാവില്ല. അതുകൊണ്ട് സെക്കൻഡ് ട്രയൽ എന്തായാലും കിട്ടും ഗൈസ്, മൂന്നാമത്തെ ട്രയൽ എന്തായാലും കിട്ടുമായിരിക്കും. ഈ ഒരു സ്ഥലത്ത് നമ്മൾ വന്നതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് ബോർഡിൽ നമ്മൾ ഫയർ ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്വിക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ റിഫ്ലെക്സ് ഒക്കെ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് അടിക്കേണ്ടതാണ്. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് ട്രയൽ നിങ്ങൾക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷേ 2-3 അല്ലെങ്കിൽ 3-4 ട്രൈക്ക് ശേഷമാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊന്നും കിട്ടുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ഹോപ്പ് വിടേണ്ട ഗൈസ്, ജസ്റ്റ് ട്രൈ ചെയ്തുകൊണ്ട് പണ്ട് റൊണാൾഡോ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ട് Practice makes perfect. നിങ്ങൾ ക്ലാസിക് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കിട്ടുന്ന പോലെ ടോപ്പ് 5 ബെസ്റ്റ് വെപ്പൺ കോമ്പിനേഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ വെച്ച് നോക്കിയാൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം ഗൈസ്. നമ്മൾ റോഡ് ടു 4K സബ്സ്ക്രൈബേഴ്സ് ആണ്. വെറും 50-60 സബ്സ്ക്രൈബേഴ്സ് എന്തോ മാത്രം മതി. ഞാൻ ഇപ്പം വീഡിയോ ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ അത്രമാത്രം മതി. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇനിയും പോയി വരാനുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് തന്നെ ആ ഒരു ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്ക് എന്നൊന്നും ഞാൻ പറയത്തില്ല. ബെല്ലൈക്കൻ വെറുതെ ഒന്ന് ഞെക്കിയാൽ മതി, അത് ഓൺ ആയിക്കോളും. നമ്മളിന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ അടുത്തൊരു പുതിയ വീഡിയോ അതുവരെയും ടേക്ക് കെയർ ഗൈസ്, ബൈ ബൈ.